കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് പരിശോധനയിൽ CPM-നും പിണറായി വിജയനുമെതിരെ മന്ത്രി AP അനിൽകുമാർ. നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവർക്കെതിരെ കഴിഞ്ഞ 10 വർഷം പിണറായി ഒറ്റ വാക്കുപോലും മിണ്ടിയില്ല. കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടാത്തത് എന്താണെന്നാണ് മനസ്സിലാകാത്തത്. 10 വർഷമായി അദ്ദേഹം ആരെയൊക്കെ ഭയക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസിയുടെ ഇത്ര വലിയ അന്വേഷണം നടന്നിട്ടും പ്രധാനമന്ത്രിക്കെതിരെ ഒരു വിമർശനം പോലും നടത്താൻ പിണറായി വിജയൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാകാത്തത്. റെയ്ഡിന് ശേഷം വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ട പിണറായി അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായി താൻ കണ്ടില്ല. 10 വർഷമായി അദ്ദേഹം ആരെയൊക്കെയോ ഭയക്കുന്നു. ആ ഭയം ഇപ്പോഴും ഉണ്ടെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ദേശീയ തലത്തിൽ EDക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണെന്നും മന്ത്രി പറഞ്ഞു. IAS ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ തർക്കം തീർന്നു എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുവെന്നും AP അനിൽകുമാർ പറഞ്ഞു. അതേസമയം പിണറായി വിജയന്റെ വസതികളിലടക്കം നടന്ന ED റെയ്ഡിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയാണ്. ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ ഇതുവരെ 8 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചു. 300ഓളം പോലീസുകാരെ വിന്യസിച്ചുവെന്നും റവാഡ അറിയിച്ചു. 8 പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവരെ കൂടി ഉടൻ അറസ്റ്റ് ചെയ്യും. അക്രമികളെ പോലീസ് പിടിച്ചു മാറ്റാൻ തയ്യാറാകാത്ത സംഭവത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു. വീണ വിജയന്റെ ഫോൺ പിടിച്ചെടുത്ത ED ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയക്കും. CMRL എക്സാലോജിക് ഇടപാടിലെ റെയ്ഡിന് പിന്നാലെ അടുത്ത നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED ഉടൻ നോട്ടീസ് അയക്കും. പരിശോധനയിൽ വീണയുടെ ഫോൺ പിടിച്ചെടുത്തതായി ED വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. വീണയുടെ സാന്നിധ്യത്തിൽ ഇത് പരിശോധിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സ്വത്ത് വിവരങ്ങൾ അടക്കമുള്ളവയിലും പരിശോധനയുണ്ടാകും. അതിനിടെ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരും വാഹനവും ആക്രമിക്കപ്പെട്ടത് വീണയ്ക്കെതിരെ ആയുധമാക്കാനാണ് ED തീരുമാനം. സമൻസിനെതിരെ വീണ കോടതിയിൽ പോയാൽ അക്രമ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി കടുത്ത നിലപാട് എടുക്കാനാണ് EDയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ വീണയുടെ ഫോണും ഉണ്ടെന്നാണ് ED വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നതിന് മുൻപ് തുറന്ന് പരിശോധിക്കും. അത് വീണയുടെ സാന്നിധ്യത്തിൽ വേണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ED വൃത്തങ്ങൾ പറഞ്ഞു. പിടിച്ചെടുത്ത രേഖകളുടെയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണയ്ക്ക് നോട്ടീസ് അയക്കുക. ഇത് അധികം വൈകില്ലെന്നും ED വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കണ്ടെടുത്ത രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം ആദ്യഘട്ടത്തിൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനായിരുന്നു EDയുടെ ആലോചന. ഇതിനുശേഷം വീണയെ വിളിച്ചു വരുത്തിയാൽ മതിയെന്നും തീരുമാനം ഉണ്ടായിരുന്നു. എന്നാൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയ സാഹചര്യത്തിൽ ഉടൻ വീണയ്ക്ക് സമൻസ് അയക്കും. ഹാജരായില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങാനും തീരുമാനമുണ്ട്. സമൻസിനെതിരെ വീണ കോടതിയെ സമീപിച്ചാൽ അക്രമ സംഭവങ്ങൾ ED കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. കടുത്ത പ്രതിഷേധവും സമ്മർദ്ദവും ഉണ്ടായ സാഹചര്യത്തിൽ വീണയുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചില്ലെന്നാണ് ED കോടതിയെ അറിയിക്കുക. ഈ സാഹചര്യത്തിൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്നും ED വാദിക്കും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുണ്ടായ ആക്രമണം നിയമപരമായും വീണയ്ക്ക് തിരിച്ചടിയായിരിക്കും.